your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആര്യയ്ക്ക് ശേഷം ഹാപ്പിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ആ ക്യാരക്ടർ ബണ്ണീന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് ഡ്രാമയൊക്കെ ഉള്ളത്. ഇപ്പം TCPയോട് ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ഹൻസിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അതൊരു സിനിമയുടെ റെഫറൻസ് വെച്ചാണ് പുള്ളി ഫുൾ കഥ പറയുന്നത്. അവിടെ തന്നെ ഒരു അഭിനയമുണ്ട്. ഈ മുകേഷ് ഏട്ടനൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഇതിന് നേരെ ഒരു പോളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ക്ലൈമാക്സിൽ എന്റെ മധുപതി എന്ന് പറഞ്ഞ ബ്ലഡിൽ കുടിച്ചു നിൽക്കുന്ന എന്റെ മധുപതി എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് പാടിക്കഴിഞ്ഞാൽ ഇപ്പൊ കാദർസാറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് കറക്റ്റ് സിങ്ക് ആണ് അല്ലു അർജുന്റെ ഇന്റർവെല് വരെ എന്നുള്ളത്. അതൊന്ന് അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ അത് വലിയ ട്രോളായേനെ. പക്ഷെ അത് കറക്റ്റ് മീറ്ററിൽ ചെന്ന് വീടും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു ശ്രമകരം ആര്യ വെച്ച് ഹാപ്പിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഡ്രാമ കൂടുതലാണോ വോയിസ് ആക്ടർ? അപ്പൊ എന്തായിരുന്നു ഏറ്റവും ശ്രമകരമായിട്ടുള്ളത്? ഈ ഹാപ്പിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇദ്ദേഹത്തിന് ഒരു ഓഡിയൻ ഉണ്ടെന്നുള്ളതും ഈ സിനിമ കുറെ കൂടെ ആൾക്കാർ കാണും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് കലാസൃഷ്ടിയാണെങ്കിലും ഒരു ഓഡിയൻസ് അത് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ വോൾ ഹാർട്ടഡ്ലി ചെയ്യും. ഭയങ്കര സന്തോഷത്തോടെ എത്ര ടേക്ക് പോയാലും പ്രശ്നമില്ല. ആര് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. കാരണം ഇത് പെർഫെക്ഷനിസ്റ്റാ ഭയങ്കര. എത്ര ടേക്ക് പോയാലും പുള്ളിക്ക് ഓക്കെ ആവുമ്പോഴാണ് പുള്ളി ഇവിടെ തീർക്കുമ്പോഴല്ലോ. പക്ഷെ നമ്മള് ഹാപ്പിയിലൊക്കെ എത്തുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് സെറ്റായി. ഓക്കെ എന്ത് പറയുന്നു അത് അത്രയും ടെക്സ്റ്റ് പോയാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഇത് ഓർഡറിലല്ല ഡബ് ചെയ്യാറുള്ളത്. ഒരിക്കലും ഓർഡർ ഇന്റർവെൽ ഇപ്പോഴും അതെ. പുഷ്പയാണെങ്കിൽ പുഷ്പയൊക്കെ ഫസ്റ്റ് ഹാഫ് ആദ്യം വരും, സെക്കൻഡ് ഹാഫ് ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, ഒരുമിച്ച് സിനിമ വന്നിരുന്ന ഈ കാലത്ത് സെക്കൻഡ് ഹാഫ് മുതലാണ് ഞാൻ ഡബ് ചെയ്യാറ്. തിരിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് വരും. അങ്ങനെ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഓർഡറിലാണ്. അപ്പൊ ഇത് പല സീനും വരെ തിയേറ്ററിൽ കാണുമ്പോൾ വർക്കൗട്ടായി എന്നൊക്കെ പറയുമ്പോ എന്തൊരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെ. ഭയങ്കര അല്ലാതെ ഒരു ഞാൻ പറയട്ടെ, ഇപ്പൊ കൂടിപ്പോയാൽ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമാണ് ഈ സമയം എടുക്കുക ഇത്രയും ഡബ് ചെയ്യുന്നത്. അതിനുള്ളൊരു ഓട്ടപ്രദക്ഷിണമാണ്. അതിനിടയ്ക്ക് തിരുവനന്തപുരത്തെ ലാൽസാറിന്റെ സ്റ്റുഡിയോയിലാണ് അത് ഡബ് ചെയ്യുന്നത്. അപ്പൊ ഡബിങ് നടക്കുന്നതിനിടയ്ക്ക് ഇതുപോലെ ഡബിങ് കാണിച്ചു കൊടുക്കാൻ എന്റെ സ്കൂൾ പിള്ളേരെ കൊണ്ടുവരും. ഒരു ഈ ചില്ലിന്റെ അപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിലൂടെ നമ്മൾ ഡബ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കട്ട കോമഡികൾ അരങ്ങേറിയിട്ടുള്ള പരിപാടികളാണ്. എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് സിനിമാ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. സൺഡേ ഹോളിഡേയിലൊക്കെ അതെ അല്ലു അർജുനെ കയറ്റി ഇറക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര നല്ല ഓർമ്മകൾ എപ്പോഴും എല്ലാ അല്ലു അർജുൻ സിനിമകളെ കുറിച്ച് പറയും. സിജുവിന്റെ കാര്യം നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു കാര്യം നമ്മൾ സിജുവിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ പുഷ്പ 2 എല്ലാ ഭാഷകളിലും ഒരു 2 വരി മാത്രം, 8 വരി. ആ 8 വരി മലയാളത്തിലാണ് വെച്ചിരുന്നത്. മല്ലിക ബാണന്റെ അമ്പുകൾ എന്ന് പറയുന്നത് അത് എല്ലാ തമിഴിലും തെലുങ്കിലും ഒക്കെ സിജു എഴുതിയതിന്റെ മലയാളം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും സിജുവിന് പറയും, സ്ട്രേറ്റ് സിനിമ എഴുതാനായിട്ട് സിജുവിന് കുറെ കൂടെ പറ്റണ്ടായിരുന്നു. അങ്ങനെ കാരണം സിജു പറഞ്ഞ പോലെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ എഴുതുന്നത്. എനിക്ക് തോന്നുന്നു പുഷ്പ 1 അവരെ ലിബർട്ടി തന്നത്. ലിപ്പ് നോക്കണ്ടെന്നുള്ളത് ശരിയല്ല. ലിപ്പ് നോക്കണ്ട. മറ്റേതങ്ങനല്ല. എന്ന് പറയുമ്പോ ആയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പോഴാണ് നീ എന്താണ് ആ വിമാനം വീഴ്ത്താൻ പോവുകയാണോ, ആകാശം പിടിച്ച് കുലുക്കാൻ പോവുകയാണോടാ ചോദിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയില്ല. കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് നമ്മുടെ അല്ലുവിനെ ഏതൊക്കെയോ സിനിമകളിൽ ഞാൻ തൃശ്ശൂർ ഭാഷയിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട് എന്തും ചെയ്യാനുള്ള. ഇപ്പൊ സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലോ. അപ്പൊ ഇന്നിപ്പോ നമുക്കറിയാം അലോചിന്റെ വലിയൊരു ശബ്ദമുണ്ട്, ജോയ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ അന്ന് 2006-2007 കാലഘട്ടം എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺസ് പോലും പറഞ്ഞ സ്മാർട്ട് ഫോണിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അന്ന് അനുഭവിച്ച ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, തന്റേതല്ലാത്ത കാരണത്താൽ അനുഭവിക്കുന്ന ഒരു സ്റ്റാർഡം, അത് എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ട് ആ സമയത്ത് 2006-2007 കാലഘട്ടം? ഞാൻ പറയുന്നത് ആരുടെ സ്റ്റാർഡത്തെ കുറിച്ച്, അല്ലുവിന്റെ സ്റ്റാർഡം. 2007 എന്റെ വോയിസ് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ 2004 സാർ നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞു. ഒരു പോയിന്റ് എത്തിയപ്പോ ഈ സൂര്യ ടിവിയിലും ഏഷ്യനെറ്റിലും കൈരളിയിലും എല്ലാ ശനിയും ഞാനും ഏതെങ്കിലും ചാനലിൽ ഇത് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ വന്നാണ് ഇത് പെട്ടെന്ന് നമ്മുടെ വോയിസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപൂർവരാഗം എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യാനായിട്ട് വിളിക്കുന്നത്. നായകനെ ഡബ് ചെയ്യാൻ, നിഷാനെ ഡബ് ചെയ്യാനായിട്ട്. അങ്ങനെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ മൊത്തം ഡബ് ചെയ്തിട്ട് ലാസ്റ്റ് സീനെത്തിയപ്പോഴാണ് സിബിസാറ് കയറി വരുന്നത്. അതൊരു അസോസിയേറ്റ് ഡബ് ചെയ്തത്. സിബിസാറ് കയറി വരുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു. സിബിസാറ് അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ഹീറോ സിബിസാറിന്റെ പടത്തിൽ ഹീറോനെ ഡബ് ചെയ്യുന്നു എന്ന് പറയുന്നത്.
ശിവ സാർ അപ്പുറത്തേക്ക് വിളിച്ചിട്ട് വളരെ ഭവ്യതയോടുകൂടി ഭയങ്കര വിഷമത്തോടുകൂടി എന്ത് പറഞ്ഞു, ഇത് മറ്റേ അല്ലു അർജുന്റെ ശബ്ദമാണ്. അയ്യോ അങ്ങനെയാണെങ്കിൽ നായകനെ പറ്റില്ല. അപ്പൊ മറ്റേ നമ്മള് മറ്റേ ദൈവമേ, അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്റ്റാർഡം എനിക്ക് ഇടിത്തിങ് ആയിട്ടാണ് കിട്ടിയത്, മനസ്സിലായത്. ഞാനിപ്പോഴും ആലോചിക്കും ഡബിങ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്തെന്നും കട്ടപ്പുറത്തേക്ക് ഇതിന് വണ്ടി കഴിഞ്ഞാൽ മാറിയത്, മനസ്സിലായി. ഒറ്റ പടം അങ്ങനെ. പക്ഷെ സന്തോഷമുള്ളൂ ഇപ്പൊ എല്ലാം കൊണ്ട് ആലോചിക്കുമ്പോ സന്തോഷമുള്ളൂ. சார் நீங்க இந்த 90s மலையாள படத்தோட பெரிய ஃபேன் கேள்விப்பட்டிருக்கேன். இப்போ அந்த படங்கள் பிரியதர்ஷன் சார் படங்கள், ஃபாசில் சார் படங்கள் எல்லாம் பார்த்து அந்த ஒரு தாக்கம் இருக்கு. அது ஒரு சீன் கன்ஸ்ட்ரக்ஷனுக்கு எல்லாம் எவ்வளவு ஹெல்ப் ஆகும்? ரொம்ப 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 வருஷம் 16 படம், கிலுக்கம், சித்திரம் இதெல்லாம் வந்து எத்தனை தடவை பார்த்துருக்கேன்னு எனக்கே தெரியாது. ரொம்ப லவ் எனக்கு மலையாள ஃபிலிம்ஸ் எல்லாம் ரொம்ப லவ். சஃபேர் தேட்டரில் அவர் ரொம்ப கிரேஸாக வெயிட் பண்ணிகிட்டே இருப்போம். இப்போ என்னென்ன படம் வருதுங்கிறதுல ரொம்ப இன்ட்ரெஸ்ட்டு. பர்டிகுலராக எனக்கு ரொம்ப நல்ல ஞாபகம் இருக்கிறது கிலுக்கம், சித்திரம் ரெண்டும் ரொம்ப தடவை பார்த்துருக்கோம். அசிஸ்டன்ட் டைரக்டராக இருக்கிறப்போ ஃபாசில் சார் படம் வந்து எல்லா படமும் ஃபாசில் சார் தான் எனக்கு. தெலுங்கில் கே விஸ்வநாத் சார், ஃபாசில் சார், பாரதிராஜா சார், பாகிராஜ் சார் இவங்கெல்லாம் எனக்கு வந்து குரு மேன். அவங்களோட ஃபிலிம்ஸு நான் நிறைய கற்றுக்கிட்டேன். ഇപ്പോ സാർ ഉണ്ടാക്കി കൊടുത്തൊരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നീ വരുന്ന എന്റെ കൂടെ അവിടെ വരെ എന്നൊക്കെയുള്ള രീതിയിൽ നേരിട്ട് പരിഭാഷ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പാട്ടിനായാലും കുട്ടികൾ വരെ ഓർത്തിരിക്കുന്ന ലിറിക്സ് ഉണ്ടാക്കാനും ഒക്കെ ഒരു ശ്രമം അതിന്റെ ഭാഗത്ത് ഭീകരമായിട്ടുണ്ട്. അപ്പൊ അത് വേണ്ട വിധത്തിൽ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിയതിൽ ഒരു പാരലൽ ഇൻഡസ്ട്രി മലയാളത്തിൽ ഉണ്ടാക്കിയതിന്റെ രീതിയിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അംഗീകാരമായിട്ട് സത്യമായിട്ട് കിട്ടിയിട്ടില്ല. എനിക്കതിൽ ഇച്ചിരി കുറച്ച് വിഷമമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. മൊത്തം ഡബിങ് ഇൻഡസ്ട്രി ഡെഡായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ആന്ധ്രയിൽ കാലുവെക്കുന്നത്. ഹൈദരാബാദ്, ഇന്നത്തെ ഹൈദരാബാദും അല്ല, 2003 ഹൈദരാബാദ് ഒരു റോഡ് നമ്പർ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, സാറിന് അറിയാം. അപ്പോൾ ഈ 2003 ഞാൻ 2002 ലാസ്റ്റാണെന്ന് തോന്നുന്നു, ഞാൻ ഹൈദരാബാദ് പോകുമ്പോൾ അവിടുത്തെ സിനിമകൾ ഒരു വേറൊരു ചിന്താഗതിയിലേക്ക് പോകുന്ന സിനിമകളാണ്. അതിൽ നല്ല സിനിമകൾ തെരഞ്ഞു പിടിച്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ, ഞാൻ എടുത്ത സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഈ സിനിമ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ കാശ് രവികിഷോർ എന്ന് പറയുന്ന ശ്രവന്തി മൂവീസിൻ്റെ ഓണർ എന്നെ അദ്ദേഹം അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യരുത്. പക്ഷെ എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ഒരു വിശ്വാസം, അതിലൂടെയാണ് ഞാൻ ഈ മലയാള സിനിമയിലേക്ക് ഈ ഡബ് സിനിമകൾ കൊണ്ടുവന്നത്. അത് ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ, പെർഫെക്ഷൻ ഉള്ള ക്വാളിറ്റി ഉള്ള നല്ല ഡബിങ് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യും. അത് അല്ലു അർജുൻ്റെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അല്ലു അർജുൻ്റെ ഒരു വന്നത് നിമിത്തമെന്ന് ഞാൻ പറഞ്ഞു. അത് നിമിത്തമെന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ഞാനാണ് മികച്ചത്, അല്ലെങ്കിൽ ഞാനാണ് ചെയ്തത് അവകാശപ്പെടാൻ ഒന്നിനും തയ്യാറില്ല. പക്ഷെ ഡബിങ് സിനിമകൾ ഞാൻ അവകാശപ്പെടാം. ക്വാളിറ്റിയുള്ള സിനിമ ഞാനാണ് കൊണ്ടുവന്നത് എന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം അതിനെ വേറെ ആൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കണ്ട കാഴ്ചപ്പാടിലല്ല ഞാൻ കണ്ടത്. സിനിമകളുടെ ക്വാളിറ്റി, സിനിമകളുടെ സെലക്ഷൻ, സിനിമകളുടെ ഇപ്പം കൊത്തവങ്കാര ലോകത്തിന്റെ വേറൊരു പേരുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ലോകം. ആ സിനിമ മുന്നേ കമ്മിറ്റ് ചെയ്തതാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഹാപ്പി ഡേയ്സ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. അതൊക്കെ എൻ്റെ ഒരു വീക്ഷണമാണ്. അതിൽ ആർട്ടിസ്റ്റ് ഇല്ല, അതിൽ മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടികൾ പോലും ഇല്ല. അന്ന് ആ കുട്ടി പെൺകുട്ടി തമന്നല്ല, അത് ഹാപ്പി ഡേയ്സിലാണ്. അത് അന്ന് തമന്ന ജസ്റ്റ് ലോഞ്ച്, തമന്ന നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. തമന്ന ശേഖർ കമല പോലും ഇല്ല. ശേഖർ കമല ഇസ് ദ സെക്കൻഡ് ഫിലിം, ഒരു ഫിലിമേ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഞാൻ പോയി കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, നീ ഇത് കാണണം. എൻ്റെ സുഹൃത്ത് പറയാൻ നീ കാണണം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സോങ് പോലും റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ ബിഫോർ സിനിമ കമ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഡബിങ്ങും റീമേക്ക് റൈറ്റ്സും മേടിച്ചു ഹാപ്പി ഡേയ്സിൻ്റെ. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വീക്ഷണം, അത് ചിലപ്പോൾ ജഡ്ജ്മെന്റ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബദ്രിനാഥ്, തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് സൈമൾട്ടേനിയസ് ഡബ് ചെയ്ത് ഒരു സിനിമ റിലീസ് ചെയ്തത് ബദ്രിനാഥാണ്. സെയിം ഡേ ഒരേ സ്റ്റുഡിയോയില്
സെയിം ഡേ റിലീസ് ചെയ്തു ബദ്രീനാഥ്. ഒരു സ്റ്റുഡിയോയിൽ അല്ലു അർജുൻ ഡബ് ചെയ്യുന്നു, ഇസ് ഡബ് ചെയ്യുന്നു. ഒരേ സ്റ്റുഡിയോ ഹൈദരാബാദിലുണ്ട്. അപ്പം അത് 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 സെൻസർ ചെയ്യാൻ പറ്റപ്പാട് എനിക്കറിയാം. കാരണം അവരുടെ സെൻസർ കഴിഞ്ഞിട്ടേ എനിക്ക് തരത്തുള്ളൂ. ഇത് എന്റെ പേരിലുള്ള പടമാണ്. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസും അതിന്റെ ഇന്നത്തെ അത് ആ മേഡത്തിന് മലയാളി അവർ ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ടുള്ള സെൻസർ ഓഫീസർ ലേഡി ആയിരുന്നു. അവർക്ക് എന്നോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പാവം നല്ലൊരു ഭയങ്കര മേഡമായിരുന്നു. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടും കൂടെ എനിക്ക് കിട്ടിയത് കാരണമാണ് അത് സൈമൾട്ടേനിയസ് റിലീസ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. ഇതൊക്കെ പറയുന്നത് ഒരു 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 എക്സൈറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്നെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ല. ബട്ട് ഇൻഡസ്ട്രിയുടെ ചില ഘടനകൾ ഡബിങ് സിനിമയിലെ പല ഇത് കാര്യങ്ങളിലും എനിക്ക് ഇത് ചെയ്യാൻ പലതും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ തെലുങ്ക് ഇൻഡസ്ട്രിയും മലയാള ഇൻഡസ്ട്രി ആണെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ എം സോറി. കുറെ പിള്ളേര് ഹാപ്പി ഡേയ്സ് പോലെ ആയിരിക്കും കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ എഞ്ചിനീയറിംഗിന് ചേർക്കാനുള്ള കാരണമായിട്ടുണ്ട് ഹാപ്പി ഡേയ്സ്. അവിടെ പോയി അങ്ങനെ അപ്പൊ ഇപ്പോഴും ഈ പറഞ്ഞ ഹാപ്പിയെ പോലെ തന്നെ ഹാപ്പി ഡേയ്സിലെ പാട്ടുകളും സീൻസും ഒക്കെ എപ്പോഴും ഹാപ്പി ഡേയ്സും കൂടി പിന്നെ റീ റിലീസ് ചെയ്യുന്നതിനെ വെച്ച് ആലോചിച്ചത് നെക്സ്റ്റ് ഫിലിം ഹാപ്പി ഡേയ്സ് ആണ്. അതിന്റെ വർക്ക് തീർന്നിരിക്കുകയാണ്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് മേ ബി നെക്സ്റ്റ് മന്ത് ജൂലൈക്ക് മുമ്പ് ചെയ്യാനായിരുന്നു. ഇത് ഏപ്രിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ജൂൺ ലാസ്റ്റോട് കൂടി ഹാപ്പി ഡേയ്സ് ചെയ്യുമായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞിരിക്കുക വർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹാപ്പി ഡേയ്സ് ഗ്യാരണ്ടി ഇമ്പാക്ട് ഷോട്ടാണ്. ഈ കാതറിക്കൊരു സംഭവം വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു പൃഥ്വിരാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞു. അപ്പം ചിലപ്പോ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവർക്ക് അറിയാമായിരിക്കും, കാണുന്നവർക്ക് നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവരുടെ അതായിരുന്നു അഭിനയിക്കുന്ന പടം. അഭിനയിച്ച ലൊക്കേഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അപ്പൊ ഇതെന്താ സംബന്ധിച്ചാൽ പെർഫെക്ഷന്റെ പ്രശ്നമുണ്ട്. അതായത് ഈ ഭയങ്കര കൊമേഴ്ഷ്യൽ ചിന്താഗതിയുള്ളതാണ്. ശരിക്കും ഭയങ്കര കൊമേഴ്ഷ്യൽ ഇടുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു കൊമേഴ്ഷ്യൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു സാധനം. ഉദാഹരണത്തിന് ട്രിവാൻഡ്രത്ത് ഒരു ടെക്സ്റ്റൈൽ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു ആഷ് ബുഷ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സാധാരണക്കാരുടെ മൈൻഡിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ഇക്ക ചെയ്തതിൽ അങ്ങ് വൈകുണ്ഠപുരം. എനിക്ക് അതിൽ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല. ഒരു മലയാള സിനിമ പോലെ തോന്നി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ മോഹൻലാൽ സാറിന്റെ സ്റ്റുഡിയോയിലാണ് ഡബിങ് നടക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഡബിങ് കഴിഞ്ഞ് ഇങ്ങനെ എന്റെ കഴിയാറായി 2 മണിക്കൂറോട് അപ്പൊ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെള്ള ചുവയിട്ടും ഇല്ലാത്തതുണ്ട്. ഭയങ്കര ടെൻഷൻ. അപ്പൊ എന്താന്ന് വെച്ച് പറഞ്ഞു, അതിലൊരു ക്ലൈമാക്സിന്റെ സമയത്ത് പ്രത്യേക സമയത്ത് ഫൈറ്റിനൊപ്പം ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ടിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെനിക്ക് കാണിച്ചു തരാം. അതിന്റെ ടെൻഷനിലാണ്. ഇത് കേട്ടു. അപ്പൊ എന്നോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭയങ്കര ബോറായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു അതെ കറക്റ്റ്, ഭയങ്കര ബോറായിട്ടുണ്ട്. ഇതെങ്ങനെ ശരിയാക്കാന്നുള്ള ടെൻഷനിലാണ് ഞാൻ അങ്ങോട്ടും നടക്കുന്നത്. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു ഇത് ആരെഴുതും ഈ സാധനം? അത് വേറെ ടൈപ്പ് ഓഫ് കവിത പോലത്തെ പരിപാടിയാണ്. ടിപ്പിക്കൽ നാടൻ പാട്ട് ഫോക്കാണ്. അപ്പൊ ഇത് എത്ര സെറ്റ് ചെയ്തും സെറ്റ് ആവുന്നില്ല. അപ്പൊ ആ സിജു അല്ലാണ്ട് എഴുതിയിരുന്നത് വേറെ ആരോ. അത് വേറെ ആരും എഴുതിയ സാധനമാണ് കേൾപ്പിച്ചത്. വേറെ ഏതൊരു എക്സ്പൈസർ എഴുതിയതാണ് കേൾപ്പിക്കുന്നത്. അതാണ് രണ്ടുപേരും പരമ പോറായെന്ന് പറയുന്നത്. അപ്പൊ എന്നെ ചോദിച്ചു ഇത് ആരെ എഴുതിയാൽ ശരിയാവും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒറ്റയടിക്കാൻ ആലോചിച്ചു മുരുകൻ കാട്ടാക്കട. ഒറ്റയടിക്ക് മനസ്സിലാവുന്ന വാക്കുകളാണ്. ഞാൻ ഡബിങ്ങിന് വീണ്ടും അകത്ത് കയറി തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു മുരുകൻ കാട്ടാക്കട എപ്പോ വരും, 20 മിനിറ്റിൽ വരും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതാണ് ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി അത് ആരെ കൊണ്ടുവരാനും എത്ര പൈസ കൊടുക്കാനും അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് വൈകുണ്ഠ പോലെ നല്ല സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ എല്ലാ രീതിയിലുള്ള അതിന്റെ ക്വാളിറ്റി. ആ 2 വരി എഴുതിയത് ഞാനാണ്. അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കറിയാലോ. അത് ഞാൻ എങ്ങനെയെങ്കിലും തള്ളി എക്സസൈസിലാക്കി ഞാനാ. അതുകൊണ്ടാണ് കൊള്ളുന്നില്ല എന്ന് പറഞ്ഞത്. അതായത് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരമ ബോറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഞാനായിട്ട് എഴുതിയത്. ഞാൻ അപ്പം തന്നെ സ്റ്റുഡിയോനകത്തോട്ട് വരും.
നോർമലി ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ കുറച്ചുകൂടെ ഡാർക്ക് ഹ്യൂമർ സിനിമകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ആളുകൾക്കും അതായത് ഒരു ക്രൈം ആണെങ്കിൽ പോലും അതിന് ഹ്യൂമറിലൂടെ ആളുകൾക്ക് ഫാമിലി ആയിട്ട് എന്റർടൈൻ ചെയ്യിക്കുക എന്നൊരു ഇതിലേക്ക് വന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു അളവുണ്ട്. അപ്പൊ അത് ഇപ്പൊ താങ്കൾ ഇപ്പൊ ചെയ്യുന്ന സിനിമകളായത് ഒരു ഫീൽ ഗുഡാണ്. എല്ലാ പ്രേക്ഷകനും തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് ചിരിച്ചിറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിനിമ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള അതൊരു ചിരിയുടെ മറവിൽ ഇങ്ങനെ കൊടുത്തിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കുറച്ച് കൂടി പോകുന്നുണ്ട്, അളവ് കൂടി പോകുന്നുണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും സിനിമകളുടെ പേര് ഇങ്ങോട്ട് പറഞ്ഞാൽ പറയാം. അല്ല, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഇറങ്ങിയത് മോദിയാട്ടം കഴിഞ്ഞ ദിവസം പരിമളം ഇറങ്ങി. ഇപ്പൊ ഇനി അടുത്തൊരു സിനിമ വരുന്നുണ്ട്. മലയാള സിനിമയെ കുറിച്ചല്ല, തമിഴാണ് പറഞ്ഞത്. ഡാർക്ക് ഹ്യൂമർ അല്ല അങ്ങനെയല്ല. എനിക്ക് മോഹിനിയാട്ടം വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇപ്പൊ ശ്രീനിയേട്ടൻ എന്നോട് സൺഡേ ഹോൾഡ് കഴിഞ്ഞപ്പോ ശ്രീനിയേട്ടൻ അദ്ദേഹത്തിന്റെ വീട്ടില് ക്ഷണിച്ചു, ചായ കുടിക്കാൻ ക്ഷണിച്ചു. ശ്രീനിയേട്ടൻ ചോദിച്ചു, എടോ എല്ലാവരും ചോദിക്കും ഞാൻ ഇത്രയും സിനിമ എഴുതിയിട്ടുണ്ടല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് എല്ലാവരും ചോദിക്കും. ഞാൻ പറയും ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണോ അതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം ഇപ്പതാ അവര് സെലിബ്രേഷൻ വിളിച്ചിട്ടുണ്ട്, 28ാം തീയതി സെലിബ്രേഷൻ ആണ് അല്ലേ? കുഞ്ഞു സിനിമയായിട്ട് വന്ന് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ധൈര്യം അതല്ലേ. കൊച്ചു സിനിമകളാണ് ഇവിടെ നമ്പർ ഹിറ്റ് അടിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പുറകോട്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ ബഡ്ജറ്റ് അല്ല ഇവിടെ, ആരഭിനയിച്ചു എന്നുള്ള വിഷയമേ അല്ല. കോണ്ടന്റിന് ഇത്രയേറെ പ്രാധാന്യമുള്ള ഏത് നാട്ടിലുള്ള ഡയറക്ടർക്കും സ്വപ്നം കാണാവുന്ന ഒരു സ്ഥലമാണ്. അതായത് അവരുടെ സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. എന്ത് തരം കോണ്ടന്റ്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ബാലൻ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററുകൾ കണ്ടു, സന്തോഷമുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഒരു പോസ്റ്റർ പോലും വരുന്ന വ്യത്യാസം നോക്കും അല്ല. അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് പോലെ ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കഴിഞ്ഞിരിക്കുന്ന ഒരു സംവിധായകൻ എടുക്കുന്ന അയാൾക്ക് ഏത് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടില്ലേ, അയാൾ എടുക്കുന്ന എഫോർട്ട് എടുക്കും. പുതിയൊരു പരിപാടി. ഈ പുതിയ പരിപാടി എന്നുള്ള സംഗതി എന്ത് തന്നെയാണെങ്കിലും അതിപ്പോ ഹോം എന്ന് പറയുന്ന സിനിമ ആയിക്കോട്ടെ, ജാനേമൻ ആയിക്കോട്ടെ, മധുരമായിക്കോട്ടെ, കൊച്ചു സിനിമകളാണ് നമ്മുടെ ബമ്പർ ഹിറ്റുകൾ കഴിച്ചത്. ഇപ്പൊ വാഴ 200 കോടി ചില്ലറ കളിയാണ് ഇത്രയും ചെറിയ ബജറ്റ് എടുത്തത്. അപ്പൊ അത്രയും ഒരു പർദീസ പോലത്തെ ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. പുതിയൊരു എക്സ്പെരിമെന്റൽ സാധനം പ്ലാൻ കൊണ്ടുവരുന്നത് എക്സ്പെരിമെന്റൽ സിനിമയായിരിക്കും. അല്ല, ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റിലൊന്നുമല്ല. കേട്ട കഥകളിൽ വളരെ താല്പര്യം തോന്നിയ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുമെന്ന് വിശ്വാസം തോന്നിയ ഒരു സിനിമയാണ്. എപ്പോഴും പുതിയ സാധനങ്ങൾ ചെയ്യണം. എന്തായാലും ഇതുവരെ മോശമായിട്ടില്ലല്ലോ. എല്ലാം വിശ്വസിച്ചിട്ടില്ല. സൂപ്പർ ഹിറ്റ് ആണല്ലോ. അപ്പൊ അതേപോലെ ഈ അല്ലു അർജുൻ ആരാധകർക്ക് ജിസേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചിലപ്പോ നമ്മൾ അല്ലു അർജുനോട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ജിസേട്ടനെ കാണുമ്പോൾ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അതേപോലെ ഈ ബർത്ത്ഡേ വിഷു വീഡിയോ ഒക്കെ ചോദിച്ച് ആരാധകർ വിളിക്കാറുണ്ടോ ആ സൗണ്ട് കിട്ടാൻ വേണ്ടി? ഒരുപാട് വിളിക്കാറുണ്ട്. അതായത് കുട്ടികളെ ഉപദേശിക്കണമെന്നൊക്കെ പറഞ്ഞു വിളിക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ തമാശ. അതായത് ഒരു സമയത്ത് എബ്രിഡ് അല്ലേ, എബ്രിഡ് ഷൈൻ നമ്മുടെ ആ 1983 ചെയ്യുന്ന ആ സമയത്ത്, ആ സിനിമ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് മോനെ ഒന്ന് ഉപദേശിക്കണം. ഞാനെന്ത് ഉപദേശിക്കാനാണ്? അല്ല, ഞാൻ അല്ലു അർജുനെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. അല്ലു അർജുനാന്ന് പറഞ്ഞ വിളിക്കുകയാണ്. നീ പറഞ്ഞാൽ കേൾക്കും. ഇവൻ വിളിക്കണം, ഹലോ അല്ലു, ഞാൻ എന്റെ മോന് കൊടുക്കാൻ ഒന്ന് സംസാരിക്കാമോ? അപ്പൊ ഞാൻ, ഹലോ മോനെ, എന്താണ് വിശേഷം? നീ പഠിക്കുന്നില്ല എന്ന് കേട്ടു, നന്നായിട്ട് പഠിക്കണം, അച്ഛൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ഈ കുട്ടി വിശ്വസിച്ചു. മനസ്സിലായി. അവൻ വലുതായി കഴിഞ്ഞിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞത് നിന്നെ പറ്റിക്കുകയായിരുന്നു. മനസ്സിലായോ? ഞാനാണ് സംസാരിച്ചോണ്ടിരുന്നത്. ഇത് മാത്രം കുറിച്ചെടുത്തിടരുത്. അല്ല, ഇഷ്ടം തോന്നി ഒരുപാട് ആൾക്കാർ വിളിക്കാറില്ല ഈ സൗണ്ട് കേൾക്കണം. അങ്ങനെ ഒന്നുമില്ല, വെറുതെ ഒരാൾ പോലും വിളിച്ചിട്ടില്ല. പെൺകുട്ടികളൊന്നും വിളിക്കാറില്ല. കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് രസമായിട്ട് സൈഡിൽ നിന്ന് കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹാപ്പിയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം അല്ലിന്റെ ആക്ടിങ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്ന് കുറച്ചൊരു എക്സാജറേറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഡയലോഗ് കണ്ടിട്ട് ഇതിവിടെ വർക്കാവോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. അതല്ല, അങ്ങനെ ചെയ്തിട്ട് തിയേറ്ററിൽ വന്ന് വിചാരിച്ചതിനേക്കാളും അപ്പുറമായിട്ട് പ്രതീക്ഷയ്ക്കും അപ്പുറം ഓഡിയൻസ് ഭയങ്കര നല്ല ചോദ്യമാണ്. ഉഗ്ര ചോദ്യം. എന്നോട് ഇന്നേ ആരും ചോദിച്ചിട്ടില്ല. ഇത് അല്ലു അർജുന് വേണ്ടിയിട്ട് ഡബ് ചെയ്യുമ്പോൾ ഞാൻ 1-2 സീൻസ് പറയാം. ആര്യയുടെ ക്ലൈമാക്സ് ഞാൻ വിചാരിച്ചു ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് പോകും. കാരണം അവർ ഓർക്കണ്ടേ, കല്യാണ വീട്, അതിനിടയ്ക്ക് മറ്റേ വിളിച്ചിട്ട് ഗീത കരഞ്ഞ് മൊത്തം ഡ്രാമ കാണിക്കുന്നു. അവള് ലാസ്റ്റ് തിരിഞ്ഞ് ചിരിക്കുന്നു.
ഞാൻ ദൈവം ഇത് ഭയങ്കര കത്തിക്കും ആൾക്കാർ തിയേറ്ററിൽ. അതൊന്ന് തോന്നിയ സംഭവം. രണ്ടാമത് ഈ അടുത്ത് തോന്നിയത് അങ്ങ് വൈകണ്ട് വരുന്നത് ഈ കോൺഫറൻസ് ടേബിളിന്റെ മുകളിൽ കയറി എന്നുള്ള സീനുണ്ട്. അതായത് ലാർജർ ദാൻ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതിന്റെയൊക്കെ അപ്പുറമാണ് ആ സീൻ. എനിക്കൊന്നും ഒരു സംവിധായകന്നുള്ള ഇതിനെ കൺസീവ് ചെയ്യാൻ പറ്റില്ല. കാരണം കൈവിട്ട കളിയാണ് ഇത്. പ്രത്യേകിച്ച് ഇപ്പം ആന്ധ്രയിൽ എങ്ങനെയാണ് നമുക്കറിയില്ല, ഉറപ്പായിട്ട് അവരെ സ്വീകരിക്കും. നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ, ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് വേറെ മാറി. പക്ഷെ ഇവിടെയും അത് വിജയിച്ചു എന്നുള്ളതാണ്. സിനിമ ടോട്ടാലിറ്റി നന്നായപ്പോൾ നന്നായി. അങ്ങനെ പലപ്പോഴും ഇപ്പം എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന 2 സീൻസ് ഇതാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.